നിന്നുള്ള മെഡിക്കൽ മാലിന്യം അത് തിരുനെൽവേലിയിൽ തള്ളിയതിൽ തമിഴ്നാട് സർക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ്. ഹരിത ട്രിബ്യൂണലിൽ ബെഞ്ചിന് മുന്നിലാണ് തമിഴ്നാട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. കെ ബി ശ്രീധരൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, വളരെയധികം പ്രതിസന്ധിയും പ്രതിഷേധങ്ങളും ഒക്കെ അവിടെ ഉണ്ടായതാണ്. ഈ വിഷയത്തിൽ അണ്ണാമല ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ പുതിയ നീക്കം വന്നിട്ടുള്ളത്. എന്തെല്ലാമാണ് വിശദാംശം? മാർഷൽ, അത് വലിയ വിവാദമായിരുന്നു. ഈ കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ തിരുനെൽവേലിയിലും പരിസര പ്രദേശത്തും പല ഗ്രാമ പ്രദേശങ്ങളിലും കൊണ്ട് ഇതിനെ ചൊല്ലി കർഷകരൊക്കെ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഒടുവിൽ തമിഴ്നാട് കേരള സർക്കാരുകൾ ചർച്ച ചെയ്ത ശേഷമാണ് ഈ മാലിന്യങ്ങൾ കേരളത്തിൻ്റെ ചെലവിൽ കേരളം തന്നെ മാറ്റി കൊണ്ടുപോയത്. ഏതായാലും ഇത് ഇപ്പോൾ ഹരിത ട്രിബ്യൂണലിൽ കൂടി എത്തിയിരിക്കുകയാണ്. അതിൽ നഷ്ടപരിഹാരം വേണം എന്നുള്ളൊരാവശ്യമാണ് തമിഴ്നാട് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ പരിസ്ഥിതി വ്യാപകമായി ഇങ്ങനെ മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ടിരുന്ന മൂലം പരിസ്ഥിതി നശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം വേണം. കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ മാലിന്യങ്ങൾ കൊണ്ടുവിട്ടവർക്കെതിരെ നോട്ടീസ് നൽകുക മാത്രമാണ് കേരളം ചെയ്തിരിക്കുന്നത്. കേരളം ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് വിശദീകരിക്കണമെന്നുകൂടി ഹരിത ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ കേസ് മാർച്ച് 24 മാറ്റിവെച്ചിരിക്കുകയാണ്. ശരി, എന്തായാലും എത്ര നഷ്ടപരിഹാരം നൽകണം, എപ്പോൾ നൽകണം, അക്കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഇനി കേരളം എന്തായിരിക്കും കോടതിയെ അറിയിക്കുക എന്നുള്ളത് കൂടിയുണ്ട്.